ഗൈസ്, ഈ ഒരു വീഡിയോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രമേല് മോശമാണ്, അതെനിക്കറിയാം. പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന ആ ഒരു വിഷയത്തിന്റെ ഗൗരവം എന്ന് പറയുന്നത് അത്രമേല് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് തന്നെ ഈ ലോങ് വീഡിയോ തന്നെ ചെയ്തത്. നിങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കുമല്ലോ, ഈ മലയാളികളായ 2 മിഷണറി പ്രവർത്തകരായ കന്യാസ്ത്രീകളെയും അവിടെ ഒരു കള്ളക്കേസിൽ കുടുക്കി ഛത്തീസ്ഗഡിലെ പോലീസുകാർ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന വിവരം. അവരുടെ മേലിൽ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് ഒന്നാമത്തേത് മനുഷ്യക്കടത്താണ്, രണ്ടാമത്തേത് അവർ അവിടെ മതപരിവർത്തനം നടത്തുന്നുണ്ട്. ഇതിപ്പോ ഞാൻ പറയുന്നത് തന്നെ ഒരു മതത്തെയും ഇവിടെ പൊക്കിക്കാട്ടാനോ താഴ്ത്തിക്കാട്ടുകയോ ചെയ്യുന്നതെന്നല്ല. ഈ 2 മലയാളി സിസ്റ്റർമാരും അവിടെ മിഷണറി പ്രവർത്തനത്തിനായിട്ടാണ് ആ ഛത്തീസ്ഗഡിൽ ഉണ്ടായിരുന്നത്. അവർക്ക് കൊടുത്തിട്ടുള്ള കർത്തവ്യമായിരുന്നു അവിടെ ചെന്നിട്ട് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. അതോ അറിവില്ലാത്തവരായ നിരവധി മക്കളെ അവര് പഠിപ്പിക്കുകയും പിന്നെ കഴിക്കാൻ ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് തന്നെ പറയാതെ അറിയാലോ അവിടത്തെ കാര്യമൊക്കെ. ഛത്തീസ്ഗഡ് നോർത്ത് ഇന്ത്യയുടെ തന്നെ നിരവധി ചെറിയ മക്കളെന്നില്ല വലിയ ആളുകളായാലും ഈ പട്ടിണി പാവങ്ങളായ ഒരു അനവധി ആളുകൾ അവിടെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ആയിട്ടുള്ള ഫുഡും മറ്റു ഭക്ഷണ സാധനങ്ങളൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും പിന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി തന്നെ അവര് നിലകൊണ്ട് അവരെ എങ്ങനെ കൂടുതലായിട്ട് സംരക്ഷിക്കാം എന്നുള്ളതൊക്കെ ചെയ്ത് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഛത്തീസ്ഗഡിൽ നിന്നവരെയായിരുന്നു. ഇങ്ങനെയുള്ള ഒരു മതത്തിന്റെ പേരിലുള്ള ഈ കള്ളക്കേസിൽ ഈ ബജ്രംഗീസ് എന്ന് പറഞ്ഞ അവിടത്തുള്ള ഒരു കൂട്ടം ആൾക്കാര് കുറ്റം ആരോപിച്ച് അവരെ ഇപ്പൊ ജയിലിനുള്ളിൽ അടച്ചിരിക്കുന്നത്. പിന്നെ അവിടെയുള്ള ജനങ്ങൾ ഈ മതത്തിന്റെ പേരിൽ തന്നെ തലച്ചോറ് ഈ പൊതിച്ചോറാക്കി വെച്ച് ദിവസം തോറും ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ടായിരിക്കണം. ഇപ്പൊ ഞാനോ ഈ കാണുന്ന നിങ്ങൾ തന്നെ എത്ര നന്മയുള്ള കാര്യം ചെയ്താലും അവരുടെ മെയിൻ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് ഒരാളിൽ കാണുന്നത് അവരിതിപ്പോ അവരുടെ ജാതിയിൽപ്പെടുന്ന ആളായിരിക്കണം. അല്ലെങ്കിൽ മറ്റു മതസ്ഥർ ചിലപ്പോൾ ചെയ്ത അവിടെ അവരുടെ മതം ഒന്ന് സ്ഥാപിച്ചാലും നമ്മുടെ മതത്തിന് ഒരു താഴ്ച വന്നാലോ ഭീഷണിയായാലും അവര് ഫുള്ളും ഈ മതത്തെ കേന്ദ്രീകരിച്ചുള്ള ജീവിതം നയിക്കുന്നതുകൊണ്ട് ഇവർക്ക് കണ്ണി കാണുന്നതൊക്കെ ഈ മഞ്ഞയാണ്, മായമാണ്. പിന്നെ ഇവർ ഈ 2 സിസ്റ്റർമാരും അവിടെ ഈ ക്രിസ്ത്യാനികളായ ജനങ്ങൾ എത്രത്തോളം കഷ്ടപ്പാട് അനുഭവിക്കുന്നോ അവരെ മാത്രം സഹായിച്ച് രക്ഷപ്പെടുത്തണോ എന്നുള്ള ബോധത്തോടു കൂടെ എന്നുള്ള സഹായിക്കുന്നത്. അവര് അവിടുത്തെ മന്ദബുദ്ധികളെ പോലെ അവര് ഏതൊക്കെ ജാതിയിൽപ്പെട്ട് മതത്തിൽപ്പെട്ടെന്നുള്ള സെൻസസ് ഒന്നും എടുക്കാതെ അവരെ ക്വാളിറ്റി മനുഷ്യനാണോ എന്നുള്ള ക്വാളിറ്റി നോക്കിക്കൊണ്ടാണ് അവർ സഹായമൊക്കെ ചെയ്തിരുന്നത്. അത് ഈ പൊട്ടന്മാരടുത്ത് പറഞ്ഞൊന്നും തലയിൽ കയറില്ല. അപ്പൊ ഈ പൊതിച്ചോറ് കേസുകൾ ഈ സിസ്റ്റർമാർക്ക് നേരെ കൊടുത്തിരിക്കുന്ന ഈ മനുഷ്യക്കടത്തും ഈ മതപരിവർത്തനം എന്ന് പറയുന്ന കള്ളക്കേസുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സിസ്റ്റർമാർ 2 പേരും അവിടുത്തെ ഛത്തീസ്ഗഡിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത നല്ല പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് ചിലരങ്ങനെ തീരുമാനിച്ചാണ് ഈ മതത്തിൽ നിന്ന് മാറി ക്രിസ്ത്യൻ മതം ചിലപ്പോൾ സ്വീകരിച്ചാലോ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചുപേര് അങ്ങനെ സ്വീകരിച്ചവരും കാണുമായിരിക്കാം. പിന്നെ വിവരമുള്ള ആൾക്കാർ നല്ലത് നമുക്ക് ആരാണോ ചെയ്യുന്നത് അവരോട് നിൽക്കാൻ ആരായാലും നോക്കും. പിന്നെ ഇവന്മാര് പിന്നെ ഇവരെ പൊതിച്ചോറ് രാമ 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 എന്നൊരു ആ ഒരു ചിന്തയുള്ളൂ അല്ലേ, അതിലൊന്നും ഏതിലോ വിശ്വസിച്ചുകൊണ്ട് പോട്ടെ. പക്ഷെ മറ്റുള്ളവർക്ക് തടസ്സമായിട്ട് നിൽക്കുകയും വേണം, എന്നിട്ട് അവരെ നന്നായിട്ട് ജീവിക്കാനും അനുവദിക്കുകയില്ല എന്നുള്ള കുറെ വർഗ്ഗങ്ങളാണ് ഇപ്പൊ ഇവർക്ക് നേരെ തന്നെ ഈ കള്ളക്കേസ് കൊടുത്ത് ഇപ്പൊ ഇവരെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ അഴിക്കുള്ളിലാക്കിയിരിക്കുന്നത് ഈ സിസ്റ്റർമാരെ. ഈ പോലീസുകാർ ഇതിനെപ്പറ്റി നേരെ വന്ന് അന്വേഷിക്കാതെ ഈ സിസ്റ്റർമാരെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കിയതിനെ പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവരും ആ ജനങ്ങളൊക്കെ ഒരേ കണക്കിപ്പെടുന്നവരാണ്. പക്ഷേ ഇനി നീതി നടപ്പാക്കേണ്ട നീതിന്യായ കോടതി തന്നെ ഇവർക്കെതിരായിട്ട് മാറുകയാണെങ്കിൽ ഈ 2 സിസ്റ്റർമാരും മുൻകൈ എടുത്ത് സഹായിച്ച് രക്ഷപ്പെടുത്തിയ അനേകം ആളുകൾ ആ ഛത്തീസ്ഗഡിലുണ്ട്. മാത്രമല്ല ഇവരാലും സഹായത്തിനായിട്ട് വെമ്പലുള്ളുന്ന ഇനിയും അനേകമായിരം ആളുകൾ ഇപ്പോഴും ഛത്തീസ്ഗഡിൽ തന്നെ ഉണ്ട്. അപ്പോ ഈ സിസ്റ്റർമാരെ ഇങ്ങനെ ഒരു ഇല്ലാത്ത കള്ളക്കേസിൽ കുടുക്കി ഇനിയും ജീവിതം രക്ഷപ്പെടാനുള്ള പലരുടെയും ആ ഒരു അവസരങ്ങൾക്കും വിലങ്ങ് തടിയായിട്ട് ഈ കോടതി നിലനിൽക്കാതെ അവരെ മോചിപ്പിക്കണം എന്നുള്ള ഒരു യാചനയാണ് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ഞാൻ നടത്തുന്നത്.